ശ്രീ എസ് ജയസൂര്യൻ, ഇവിടെ പതിവ് പോലെ വീണ്ടും കേന്ദ്രത്തെ കുറ്റം പറയുന്ന ഒരു പ്രവണത തന്നെയാണ് കണ്ടുവരുന്നത്. അതായത് കേന്ദ്ര സഹായം ലഭ്യമാകുന്നില്ല, കേന്ദ്രം കൃത്യമായ നടപടികൾ സ്വീകരിക്കുന്നില്ല, വനം വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടുന്നതായിട്ടുള്ള ഇപ്പോഴുണ്ടാകുന്ന ഈ തടസ്സങ്ങൾക്കെല്ലാം കാരണം കേന്ദ്രം അനുവദിക്കാത്ത സാഹചര്യങ്ങളുടെ, അതായത് അത് ഫണ്ടിന്റെ ആയാലും അതോടൊപ്പമായി ബന്ധപ്പെട്ട മറ്റ് വന നിയമങ്ങളുടെയൊക്കെ കാര്യമായാലും അത് കേന്ദ്രത്തിന്റെ മേൽ പഴിചാരുകയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി. ഈ വിഷയത്തെ സംബന്ധിച്ച് വളരെ വ്യക്തമായ ഒരു ചോദ്യവും ഉത്തരവും നമ്മുടെ രാജ്യസഭയിൽ ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൽ നിന്നുള്ള CPIയുടെ രാജ്യസഭ MP സന്തോഷ് കുമാർ 2013 ഫെബ്രുവരി 23 രാജ്യസഭയിൽ അദ്ദേഹം കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രി ശ്രീ സന്തോഷിന്റെ ചോദ്യത്തിന് മറുപടിയായി ഈ വിഷയം വിശദീകരിച്ച് പറയുന്നുണ്ട്. അതിൽ കേന്ദ്രമന്ത്രി പറഞ്ഞിരിക്കുന്നത്, ഈ കാര്യത്തിൽ നിലവിലുള്ള നിയമം വളരെയേറെ പര്യാപ്തമാണ്, ആ നിയമം നടപ്പിലാക്കിയാൽ മതി. ഇനി പോരായ്മയുണ്ടെങ്കിൽ പുതിയ നിയമം ഉണ്ടാക്കുന്നതിനൊന്നും നമ്മൾ എതിരല്ല. എങ്കിൽ പോലും മന്ത്രി അവിടെ കൃത്യമായി പറഞ്ഞത്, മാനേജ്മെന്റ് ഓഫ് വൈൽഡ് ലൈഫ് ഈസ് ദ പ്രൈമറി റെസ്പോൺസിബിലിറ്റി ഓഫ് സ്റ്റേറ്റ് ഗവൺമെന്റ്. Chief Wild Warden has the power to grant hunting. രാജ്യസഭയിൽ കേരളത്തിൽ നിന്നുള്ള MP-യുടെ ചോദ്യത്തിന് മറുപടിയായി ഭൂപേന്ദ്ര യാദവ് എന്ന് പറയുന്ന കേന്ദ്രമന്ത്രി പറഞ്ഞ മറുപടി കൂടാതെ അദ്ദേഹം വയനാട്ടിൽ നേരിട്ട് വന്ന് പത്രക്കാരുമായി സംസാരിച്ചു. ഇതുപോലെയുള്ള വിഷയങ്ങൾ ഉണ്ടായപ്പോൾ ഇതിനു മുമ്പ് അദ്ദേഹം വയനാട്ടിൽ വന്നു, നേരിട്ട് വന്ന് പത്രക്കാരുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, 1972 വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് സെക്ഷൻ 11 ഉപയോഗിച്ചാൽ മതി. അത് ഉപയോഗിക്കേണ്ടത് സംസ്ഥാന ഗവൺമെന്റ് ആണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ ഉത്തരവ് വരാൻ കാത്തിരിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് വീണ്ടും രാജ്യസഭയിൽ പറഞ്ഞത് പ്രൈമറി റെസ്പോൺസിബിലിറ്റി ഓഫ് സ്റ്റേറ്റ് ഗവൺമെന്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ എന്താണ് ഈ 1972 വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട്? എപ്പോഴും നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ആ ആക്ട് അവിടെ കിടക്കുന്നത് കൊണ്ടാണ് പ്രശ്നം, അത് തിരുത്തണം എന്നൊക്കെ പറഞ്ഞാണ് കേരളത്തിൽ പലരും ഈ വിഷയത്തെ സമീപിക്കുന്നത്. ഇതിനെ രാഷ്ട്രീയമായിട്ടല്ലാതെ തന്നെ ഞാൻ പറയുകയാണ്, എന്താണ് ഈ പറയുന്ന 11 പറഞ്ഞിരിക്കുന്നത്? അതിൽ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് സെക്ഷൻ 11(1)(a) പറയുന്നു, the chief wildlife warden can permit the hunting of an animal if it is dangerous to humans, disabled or diseased beyond recovery. അതായത് ഏതെങ്കിലും രോഗം കൊണ്ട് അത് റിക്കവറി ആകാത്ത അവസ്ഥയിലാണെങ്കിലും, അല്ലെങ്കിൽ അംഗവൈകല്യം കൊണ്ടാണെങ്കിലും, അതല്ലെങ്കിൽ മനുഷ്യജീവൻ അപകടകരമായ രീതിയിലാണെങ്കിലും ആ ജീവിയെ വേട്ടയാടാൻ, വെടിവെച്ചു കൊല്ലാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് പെർമിറ്റ് കൊടുക്കാവുന്നതാണ് എന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. അതിൽ യാതൊരു സംശയവുമില്ല. ഇനി അതും പോരായെങ്കിൽ അതിന്റെ രണ്ടാമത്തെ സെക്ഷനിൽ അടുത്തതായിട്ട് പറയുന്നു, the chief wildlife warden can also permit the hunting of an animal if it cannot be captured. പിടിക്കാൻ വയ്യെങ്കിൽ അതിനെ വെടിവെച്ചു കൊല്ലാം. ട്രാങ്കുലൈസ്ഡ്, അതിനെ ശാന്തമാക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിനെ വെടിവെച്ചു കൊല്ലാം. ട്രാൻസ്ലൊക്കേറ്റഡ്, അതിനെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാനോ ഓടിക്കാനോ പറ്റുന്നില്ലെങ്കിൽ അതിനെ വെടിവെച്ചു കൊല്ലാം. ഇത് വളരെ വ്യക്തമായിട്ട് ആക്ടിൽ പറയുന്നുണ്ട്. എന്നിട്ട് ഈ ആക്ട് നടപ്പാക്കുന്നില്ല എന്നുള്ളതാണ്. ഈ ആക്ട് നടപ്പാക്കാൻ കേന്ദ്രമന്ത്രിസഭയല്ല വരേണ്ടത്, ഇത് കൺകറന്റ് ലിസ്റ്റ് ആണെന്ന് പറയുന്നുണ്ട്. സംസ്ഥാനത്തിനും കേന്ദ്രത്തിനും ഒരുപോലെ അധികാരമുണ്ട്. സംസ്ഥാനത്ത് വനം വകുപ്പ് മന്ത്രിയുണ്ട്. ഈ പറഞ്ഞ എല്ലാ വകുപ്പുകളും എടുത്ത് ഉപയോഗിക്കേണ്ടത് അതിന്റെ പ്രൈമറി റെസ്പോൺസിബിലിറ്റി സ്റ്റേറ്റ് ഗവൺമെന്റിനാണ് എന്ന് രാജ്യസഭയിൽ കേരളത്തിൽ നിന്നുള്ള MP-യുടെ ചോദ്യത്തിന് മറുപടിയായി കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിയമമില്ലാത്തത് കൊണ്ടല്ല, ഇത് അതിന്റെ ഒന്നാമത്തെ കാര്യം. പിന്നെ പറയുന്നു കേന്ദ്രം വേണ്ടത്ര സഹായിക്കുന്നില്ല. ഇതിന് ധാരാളം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും. അതായത് ഏതൊക്കെ മേഖലയിൽ ചെയ്യാൻ കഴിയും എന്നുള്ളത് കൃത്യമായി കേന്ദ്രം നിർവചിക്കുന്നുണ്ട്. അതിന് വേണ്ട പണവും ഇവിടെ കൊടുക്കുന്നുണ്ട്. ഡ്രോണുകൾ ഉപയോഗിക്കാം, അതായത് വന്യജീവികളുടെ നീക്കത്തെ നിരീക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള ഡ്രോണുകൾ, ആളില്ലാ വിമാനങ്ങൾ ഉപയോഗിക്കാം. ബൈനോക്കുലേഴ്സ് ഉപയോഗിച്ച് നിരീക്ഷിക്കാം. പെട്രോളിംഗ് നടത്താൻ വനപാലകർ പെട്രോളിംഗ് നടത്താം. ആനയൊക്കെ കടന്നു വരാതെ കിടന്നുകുഴിക്കാം.
സോളാർ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഫെൻസിംഗ് ഉണ്ടാക്കാം. വൈദ്യുതി ഇല്ലെങ്കിൽ സോളാർ ഫെൻസിംഗ് ഉണ്ടാക്കാം. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി കേന്ദ്രം എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കേന്ദ്രം പണം കൊടുക്കുന്നുണ്ട്. സംസ്ഥാനത്തേക്ക് കേന്ദ്രം കൊടുത്ത പണത്തിന്റെ കണക്ക് ഞാൻ പറയാം. 2014 മുതൽ 2017 വരെ മൃഗങ്ങൾക്ക് വനത്തിനകത്ത് വെള്ളവും ഭക്ഷണവും കൊടുക്കാൻ വേണ്ടി 22,56,00,000 രൂപ കേരളത്തിന് കൊടുത്തു. വീണ്ടും 2021 മുതൽ 2024 വരെ മൃഗങ്ങൾക്ക് വെള്ളവും ഭക്ഷണവും കൊടുക്കാൻ 14,04,00,000 രൂപ കൊടുത്തു. പിന്നെ 2014 മുതൽ 17 വരെ കടുവകൾക്കും ആനകൾക്കും വേണ്ടിയിട്ടുള്ള പ്രൊട്ടക്ഷന് വേണ്ടിയും അവരുടെ ആവാസ വ്യവസ്ഥ സംരക്ഷിക്കാൻ വേണ്ടിയും അവരിൽ നിന്ന് ജനങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകാതിരിക്കു വേണ്ടിയും ആവശ്യമായ നടപടികൾ എടുക്കാൻ 17,96,00,000 രൂപ കൊടുത്തു. വീണ്ടും 2021 മുതൽ 24 വരെ കടുവകളുടെയും ആനകളുടെയും ആക്രമണത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടി 31,31,00,000 രൂപ കൊടുത്തു. ആകെ 86,23,00,000 രൂപ ഈ കേരള സംസ്ഥാന ഗവൺമെന്റിന് കൊടുത്തു. എന്ന് മാത്രമല്ല, ഈ കൊടുത്ത തുകയുടെ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ് എങ്കിൽ 600 കോടി രൂപ കേരളത്തിലെ ജനങ്ങളെ മൃഗങ്ങളിൽ നിന്നും സംരക്ഷിക്കാൻ വേണ്ടിയുള്ള 600 കോടി രൂപയുടെ പ്രോജക്റ്റ് കേന്ദ്ര ഗവൺമെന്റ് കേരളത്തോട് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടു. പക്ഷേ സംഭവിച്ചത് എന്താണ്? കേരള ഗവൺമെന്റിന്റെ കൃത്യമായ മറുപടി വന്നത് ഇതാണ്: കേന്ദ്രം കേരളത്തിലേക്ക് തന്ന തുകയുടെ 52% തുകയും വിനിയോഗിച്ചതേയില്ല, പാഴാക്കി കളഞ്ഞു. 48% തുക മാത്രമാണ് വിനിയോഗിച്ചത്. അങ്ങനെ 48% തുക വിനിയോഗിച്ചിരുന്നു എങ്കിൽ പോലും ഈ പ്രശ്നത്തെ ഫലപ്രദമായി നേരിടാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ അക്ഷന്തവ്യമായ അപരാധം, കിട്ടിയ പണം ഏറ്റെടുത്തില്ല, ഏറ്റെടുത്ത പണം വിനിയോഗിച്ചില്ല. ഇതാണ് ഇവിടെ നടക്കുന്നത്. നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ അറിയാൻ വയ്യാഞ്ഞിട്ടല്ല. ഇപ്പോൾ ഒരു മരണം സംഭവിച്ചു കഴിയുമ്പോൾ മന്ത്രി ഓടിയെത്തും. മന്ത്രി ഓടിയെത്തിയിട്ട് പെട്രോളിംഗ് നടത്താൻ പറയും, ഫെൻസിംഗ് ഇടാൻ പറയും, ബൈനോക്കുലർ മേടിക്കാൻ പറയും, അങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ പറയും. പക്ഷേ ഇതൊക്കെ നടപ്പാകുന്നുണ്ടോ എന്നുള്ള കാര്യം പിന്നീട് ഇവാലുവേറ്റ് ചെയ്യുന്നില്ല, ഓഡിറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ പണമൊക്കെ എവിടെ പോയി? കഴിഞ്ഞ 10 കൊല്ലമായി കൊടുത്ത ഇത്രയും കോടി രൂപ കൃത്യമായി വിനിയോഗിച്ചതിന്റെ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്തിരുന്നെങ്കിൽ 600 കോടി രൂപ മനുഷ്യ സംരക്ഷണത്തിന് വേണ്ടി, വനപാലകർക്ക് വേണ്ടി കൊടുക്കാൻ കേന്ദ്ര ഗവൺമെന്റ് പ്രോജക്റ്റ് ചോദിച്ചപ്പോൾ പ്രോജക്റ്റ് പോലും കൊടുത്തില്ല. അപ്പോൾ 600 കോടി രൂപ അവിടെ പോയി, നമ്മുടെ സംരക്ഷണവും പോയി. ഞാൻ ചോദിക്കുന്നത് ഇതാണ്: കേരളത്തിൽ മാത്രമല്ല വനമുള്ളത്, കേരളത്തിൽ മാത്രമല്ല വന്യമൃഗങ്ങളുള്ളത്, തമിഴ്നാട്ടിലും കർണാടകത്തിലും മറ്റു സംസ്ഥാനങ്ങളിലുമൊക്കെ വനവും വന്യജീവികളും ഉണ്ട്. എന്തുകൊണ്ടാണ് അവിടെ ഇത്തരം പ്രശ്നങ്ങൾ ഉയരാത്തത്? അതിന്റെ കാരണം അവിടെ ഈ കൊടുക്കുന്ന ഫണ്ട് ഫലപ്രദമായി വിനിയോഗിക്കുന്നുണ്ട്. ഏറ്റവും കുറഞ്ഞത് കേരളത്തിലെ വനങ്ങളിൽ നമ്മൾ ഇന്ന് വെച്ച് പിടിപ്പിക്കുന്ന കണിക്കൊന്ന പോലെയുള്ള, സ്വർണ്ണക്കൊന്ന പോലെയുള്ള പ്ലാന്റേഷന് പകരം ആനകൾക്ക് തീറ്റയായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന മുള വെച്ച് പിടിപ്പിച്ചാൽ, പന വെച്ച് പിടിപ്പിച്ചാൽ ആനകൾ തീറ്റ തേടി പുറത്തേക്ക് വരില്ല. അതുപോലെ കടുവകളുടെ വന്യജീവി സങ്കേതത്തിന് ആവശ്യമായ സുരക്ഷ അവർക്ക് കൊടുക്കുകയും ഭക്ഷണത്തിന് ആവശ്യമായ, വെള്ളത്തിന് ആവശ്യമായ സംവിധാനം ചെയ്തു കൊടുക്കുകയും വേണം. തമിഴ്നാട്ടിൽ എന്താ കടുവ പുറത്തിറങ്ങാൻ? ഓരോ വർഷവും ഇതുമായി ബന്ധപ്പെട്ട പഠന റിപ്പോർട്ടുകളെല്ലാം തന്നെ പുറത്തു വരുന്നുണ്ട്. പക്ഷേ പ്രായോഗിക തലത്തിൽ ഇത് എത്തുന്നില്ല എന്ന് മാത്രമാണ്.